പ്രിയൻ, ഈ കാശ്മീരിലെ 48 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ടൂറിസം മേഖലയൊക്കെ ശക്തമായി ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഇനി എങ്ങനെയായിരിക്കും അങ്ങോട്ടുള്ള പോക്ക്? അതായത് വിനു, കാശ്മീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ടൂറിസത്തിനെ ആശ്രയിച്ചാണ് അവരുടെ ജീവിതമാർഗം തന്നെ. 87 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് പ്രധാനമായും കാശ്മീരിലുള്ളത്. അതിൽ 48 എണ്ണമാണ് ഇപ്പോൾ അടച്ചിരിക്കുന്നത്. അനന്തനാഗിലെ സൂര്യക്ഷേത്രം ഉൾപ്പെടെയുള്ളവ അടച്ചു വെയിൽ വരും. അതിനോടൊപ്പം തന്നെ ഈ ടൂറിസം കേന്ദ്രങ്ങൾ അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോടൊപ്പം ഉള്ള ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഇവയെല്ലാം പൂട്ടുകയാണ് ചെയ്യുന്നത്. അവിടേക്ക് ആൾക്കാർ ചെക്ക് ഇൻ ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ കാശ്മീർ ആകെ പ്രതിസന്ധിയിലാകും. മറ്റ് വരുമാനങ്ങളില്ലാത്തൊരു സംസ്ഥാനം കൂടെ. കാരണം സാധാരണ 20-22 ലക്ഷം ആൾക്കാർ മാത്രം സന്ദർശിച്ചിരുന്ന കാശ്മീരിലെ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് ശേഷം കാശ്മീർ സ്വതന്ത്രമായി ഒരുപാട് സ്വസ്ഥവും സമാധാനവുമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നപ്പോൾ 2 കോടിയിലേറെ സന്ദർശകരെയാണ് കാശ്മീരിന് ലഭിച്ചത്. അത്രയേറെ വരുമാനം അവിടെ ഉണ്ടായി. സിപ്പ് ലൈനുകൾ, ഹോഴ്സ് റൈഡിങ്, ഈ പറയുന്ന ട്രക്കിങ്, അതുപോലുള്ള കാര്യങ്ങൾ, സ്കീയിങ്, ഇതിങ്ങനെ ഒരുപാട് മാത്രമല്ല ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അല്ലെങ്കിൽ സുരക്ഷിതത്തോടെ പൊയ്ക്കൊണ്ടിരുന്നതായി. അതെ. അപ്പോൾ ഇത്തരം ഒരുപാട് കായിക വിനോദങ്ങളുമൊക്കെ അവിടെ വന്നപ്പോൾ ജനങ്ങൾ കുറേയേറെ സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് വന്നു. സാധാരണഗതിയിൽ സാധാരണ ഇന്ത്യയിൽ എങ്ങനെ ജീവിക്കുന്നു അതുപോലത്തെ ഒരു ജീവിതത്തിലേക്ക് വന്നു. 370 അതിൽ വലിയ സ്വാധീനമാണ് ഇതിന് പറഞ്ഞതുപോലെ ചെയ്തത്. ആ 370 ഒഴിവാക്കിയത്. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായത്. അവരുടെ വരുമാനം പൂർണ്ണമായി ഇല്ലാതായി എന്ന് മാത്രമല്ല, കാശ്മീരിലെ മുൻപുണ്ടായിരുന്ന പോലെ സൈനിക വിന്യാസം പല മേഖലകളിലും നടത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ശ്രീനഗറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ദാൽ തടാകത്തിൻ്റെ കരയിൽ ഇഷ്ടം പോലെ പട്ടാളക്കാരും ആയുധമേന്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥരൊക്കെ നിൽക്കുന്ന കാണാം. സാധാരണഗതിയിൽ 1-2 ആൾക്കാരുള്ളിടത്ത് ഇപ്പോൾ കൂടുതൽ സൈനിക വിന്യാസം നടത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് സുരക്ഷാ കാരണങ്ങളാൽ. ഈ ദാൽ തടാകത്തിലെ ശിക്കാരകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സഞ്ചാരികളെ കാത്തിരിക്കുന്ന ഫോട്ടോകളെന്ന് പല മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. അങ്ങനെ കാശ്മീർ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്ക് എടുത്തു കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭീകരവാദികൾ വിജയിച്ചിരിക്കുകയാണ് അവിടെ. അവരുടെ ആവശ്യം എന്തായിരുന്നു? കാശ്മീരികൾ പട്ടിണിയിലാവണം, അവിടെ തൊഴിലുണ്ടാവരുത്, അവിടുത്തെ ആൾക്കാർ ഈ വിനോദസഞ്ചാരത്തിലൂടെ നേടുന്ന വരുമാനം ഇല്ലാതാകണം, അവർക്ക് പൈസ ഉണ്ടാവരുത്. അങ്ങനെ പൈസ ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? ഇവർ അരക്ഷിതാവസ്ഥയിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ ഭീകര പ്രവർത്തനത്തിന് ആളെ കിട്ടുകയുള്ളൂ. അതവർ ഉദ്ദേശിച്ച ലക്ഷ്യം എന്താണോ അതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അധികം താമസിക്കാതെ പാകിസ്ഥാനിലുള്ള തിരിച്ചടി കൊടുത്തതിന് ശേഷം കാശ്മീർ പൂർവ്വസ്ഥിതിയിലാകും. സന്തോഷവും സമാധാനകരവുമായ ഒരു കാശ്മീർ ടൂറിസം തിരിച്ചു വരും. അതോടുകൂടി ഈ ഭീകരർ ആഗ്രഹിച്ചതുപോലെ അല്ലാത്ത കാശ്മീർ പുറത്തേക്ക് വരും. നമുക്കറിയാം, അവിടെ 2 ആദിൽമാരാണുള്ളത്. ഒന്ന് ഒരു ഭീകരനായ ആദിലും ഒന്ന് ഭീകരരോട് എതിർത്ത് മരിച്ച ആദിലും. ഇന്ന് കാശ്മീർ ജനത ഒന്നാകെ ഈ ഭീകരരോട് എതിർത്ത് മരിച്ച ആദിലിനോടൊപ്പമാണ്. ആദിലിൻ്റെ കുടുംബത്തിന് സംരക്ഷണമേകുകയാണ് അർദ്ധസൈനിക വിഭാഗങ്ങളും പോലീസുമെല്ലാം. അവരുടെ വീടുകൾ നേതാക്കന്മാർ സന്ദർശിക്കുന്നു, അവരെ ആശ്വസിപ്പിക്കുന്നു, അവർക്ക് വേണ്ട അഭിവാദ്യങ്ങൾ നൽകുന്നു. എന്നാൽ ഈ ഭീകരനായ ആദിലിൻ്റെ വീട് പൊളിക്കുന്നു നാട്ടുകാരും സൈനികരും ചേർന്നിട്ട്. അവരെ അവിടുന്ന് മാറ്റുന്നു. അവരുടെ കുടുംബത്തോട് പ്രതിഷേധം അറിയിക്കുന്നു. ആ അമ്മ പറയുന്നു, അവൻ ഏറ്റുമുട്ടലിൽ മരിച്ചാലും എനിക്കൊന്നും പറയാനില്ല എന്ന്. അങ്ങനെ ഭീകരരെ കാശ്മീർ ജനത തള്ളിക്കളയുകയും കാശ്മീർ ജനത സമാധാനത്തിലേക്ക് വരികയാണ്. അത് കണ്ടിട്ട് കണ്ണുകഴിയാണ് പാകിസ്ഥാൻ. ഇത്രയ്ക്കൊരു കൃമി മനസ്സെന്നൊക്കെ നമ്മൾ പറയില്ലേ, കൃമി ബാധിച്ച മനസ്സ്, അത് അങ്ങനത്തെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് അവർക്ക് ഇഷ്ടമേ അല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ സഞ്ചാരികളുടെ വരവ് നിലച്ചതോടുകൂടി മുഴുവൻ മേഖലകളും ഷട്ട് ഡൗൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് അവിടെ. ഈ ഇതിലൊരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഒരു കാശ്മീരി ഒരാൾ അവിടെ കാശ്മീർ സന്ദർശിച്ചപ്പോൾ എടുത്ത ഒരു സെൽഫി വീഡിയോയാണ്. ഒരു സിപ്പ് ലൈനിൽ പോകുന്ന ഒരാളുടെ വീഡിയോ. ആ വീഡിയോയിൽ അയാൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ തൊട്ടുപുറയിൽ നിന്ന് അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്നിട്ട് സിപ്പ് ലൈൻ ഇങ്ങനെ തുടങ്ങി അങ്ങ് പോകുന്നു, ഇയാൾ അതിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത, സിപ്പ് ലൈൻ നടത്തിപ്പുകാരായിരുന്ന ആൾക്കാർക്ക് ഈ ഭീകരാക്രമണത്തിൽ പങ്കുള്ളതായി സംശയിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചിലരെങ്കിലും കാശ്മീരികൾക്കിടയിലേക്ക് അതിർത്തിയിൽ നിന്ന് നുഴഞ്ഞു കയറുന്നത് പോലെ കാശ്മീരികൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറി ഭീകരവാദികൾക്ക് പിന്തുണ നൽകിയോ എന്നറിയണം. സ്വന്തം കഞ്ഞി പാറ്റയിട്ടതാണ്. ഇത് ചിലപ്പോൾ അത് അവിടുത്തെ നാട്ടുകാരായിരിക്കില്ല. വെളിയിൽ നിന്ന് വന്ന ഒരാൾ ഇവരോടൊപ്പം ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നിന്ന്, ഭീകരനായിട്ട് വന്ന ആൾ അങ്ങനെ നിന്ന് ആക്രമണം നടത്തിയതാവാനും ചാൻസ് ഉണ്ട്. അതിനുള്ള സാധ്യതയാണ് കൂടുതൽ.
ഏതായാലും ഇനി അങ്ങോട്ട് ഈ ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ പോകാൻ സ്വാഭാവികമായും മടിക്കും. കാരണം ഇത്തരം ഒരു വലിയ ആക്രമണം നടന്നു, ഇത്രയധികം പേർ മരിച്ചു. സ്വാഭാവികമായും ഇനി ഒരു പഴയ രീതിയിൽ കാശ്മീർ കാണാനെത്തുന്നവരുടെ എണ്ണം കുറയും. അതുകൊണ്ട് തന്നെ അവിടുത്തെ വിനോദസഞ്ചാര മേഖലയും ടൂറിസവും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത് മാറണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? മാറണമെങ്കിൽ പൂർണ്ണമായിട്ടും ഭീകരപ്രവർത്തനം അവസാനിക്കണം. അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന് കൃത്യമായ തിരിച്ചടി കൊടുക്കുകയും ശക്തമായ സൈനിക നടപടി കാശ്മീരിലുണ്ടാവണം. എല്ലാ ബോർഡറും മുക്കും മൂലയും അരിച്ചു പിറക്കി ഉദ്യോഗസ്ഥർ കൃത്യമായിട്ടുള്ള നടപടി എടുത്തു കഴിഞ്ഞാൽ ഒരാളും അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരില്ല എന്നുള്ള ഉറപ്പുവരുത്തണം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സുരക്ഷ ഒരുക്കണം. അവിടെ ഏതെങ്കിലും തോക്കുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവനെ അപ്പം വെടിവെച്ചിട്ടുള്ള സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ കാശ്മീർ ഏറെ സുരക്ഷിതമാകും. എന്തായാലും ഇപ്പം ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ ഉറപ്പായിരിക്കുന്നു. പാകിസ്ഥാൻ ഭയപ്പാടിലാണ്, വലിയ ഭയമാണ് അവർക്കുള്ളത്. അവർ റഡാർ സംവിധാനങ്ങളെല്ലാം നിർത്തി. കരയാക്രമണമാണോ, ആകാശത്തിലുള്ള ആക്രമണമാണോ, കടലിൽ നിന്ന് ആക്രമിക്കുമോ എന്നൊക്കെയുള്ള ഭയം കാരണം അവർ റഡാറുകളൊക്കെ ഒരുക്കിയിരിക്കുകയാണ്. റഡാർ സംവിധാനങ്ങൾ ഫോർവേഡ് മിലിറ്ററി ബേസുകളിലേക്ക് മാറ്റിയെന്നാണ് പ്രധാനപ്പെട്ട വിവരം. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പാകിസ്ഥാൻ്റെ സിയാൽകോട്ട് സൈനിക കേന്ദ്രത്തിനടുത്താണ് പുതിയ റഡാർ സംവിധാനങ്ങൾ വിന്യസിച്ചത്. ഇതിന് നേരെ ഇപ്പുറത്തുള്ള ഇന്ത്യയുടെ ഫിറോസ്പൂർ സെക്ടറിലെ സൈനിക നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനാണ് റഡാർ വിന്യാസം. ഇതിനൊപ്പം വ്യോമാക്രമണം തടയാൻ യുദ്ധവിമാനങ്ങളുടെ ആശയവിനിമയ സംവിധാനത്തെ തകരാറിലാക്കുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങളും പാക് സൈന്യം ഒരുക്കിയിട്ടുണ്ട്. TPS-77 മൾട്ടി റോൾ റഡാറാണ് പാക് സൈന്യം വിന്യസിച്ചത്. ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന റഡാറാണിത്. പരിതസ്ഥിതികൾ വിലയിരുത്താനും വ്യോമയാനങ്ങളെ നിരീക്ഷിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ഇന്ത്യ ഉടനെ ആക്രമിക്കുമെന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നതെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ മുഹമ്മദ് ആസിഫ് പറഞ്ഞു. കഴിഞ്ഞ തവണ അണവായുധ ഭീഷണി മുഴക്കിയ ആളാണ് ഈ ഖ്വാജ മുഹമ്മദ് ആസിഫ്. അയാൾ വീണ്ടും പറഞ്ഞിട്ടുണ്ട് നിലനിൽപ്പ് ഭീഷണിയിലായാൽ ആണവായുധം ഉപയോഗിക്കാനും മടിക്കില്ലെന്ന്. അപ്പോൾ വീണ്ടും ഈ പറയുന്ന ആണവ ഭീഷണി ആണ് പാകിസ്ഥാന് ഉള്ളത്. പാകിസ്ഥാൻ ആകെ ഭയത്തിലാണെന്നുള്ള വിലയിരുത്തലുകളാണ് വരുന്നത്. പാക് നേതാക്കളുടെ പ്രസ്താവനയിൽ ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് ഇന്ത്യ വിലയിരുത്തുന്നുണ്ട്. ഇതിനിടെ സൈന്യ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഉണ്ടായിരുന്ന ഭീകരവാദ കേന്ദ്രങ്ങൾ ഒഴിപ്പിച്ചത്, അതായത് പാകിസ്ഥാൻ ഈ ഭീകരവാദ കേന്ദ്രങ്ങൾ പലതും ഈ അതിർത്തി മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. കാരണം ബലാക്കോട്ടിൽ സംഭവിച്ചതുപോലെ ഇന്ത്യ ഈ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഈ ഭീകരപ്രവർത്തന കേന്ദ്രങ്ങളൊക്കെ തകർത്തു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ നഷ്ടം ഉണ്ടാകും. ഭീകരരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്നില്ലേ പാകിസ്ഥാൻ. അപ്പോൾ ഇതിനെ തകർത്തു കഴിഞ്ഞാൽ അവരുടെ പണി കിട്ടുമെന്നുള്ളത് കൊണ്ട് അത് അവിടുന്ന് മാറ്റി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാൻ വലിയ ഭയപ്പാടിലാണ് എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ ഏത് നീക്കവും അവർ നിരീക്ഷിക്കും. എങ്ങനെയാണ് ഇന്ത്യ തിരിച്ചടിക്കുക എന്നുള്ളതിൻ്റെ വലിയ ഭയപ്പാടിലാണ് പാകിസ്ഥാനുള്ളത്. പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഗിൽജിത്ത് ബാൾട്ടിസ്ഥാനിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അവിടെ ജനങ്ങൾ പാകിസ്ഥാനെതിരെ തിരിച്ചിരിക്കുന്നു. ഈ ഝലം നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിനെ തുടർന്ന് പാകിസ്ഥാനിലെ ജനങ്ങൾ പ്രതിഷേധത്തിലാണ്. സർക്കാരിനെതിരെയുള്ള വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും പാകിസ്ഥാന് തിരിച്ചടി ഉറപ്പാണ്. കാശ്മീർ പഴയതുപോലെ തിരിച്ചെത്തും. കാശ്മീർ ജനത പാകിസ്ഥാനെതിരെ ഇന്ത്യക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.